പാഹി മാം ഭദ്രേ പരിതാപ വിനാശിനി. ഐതിഹ്യം കൊണ്ടും പെരുമ കൊണ്ടും ഏറെ പ്രസിദ്ധി കേട്ട ഒരു ക്ഷേത്രമാണ് കോട്ടയം ജില്ലയിലെ ചെറുവള്ളി ദേവീക്ഷേത്രം. ധാരാളം അപൂർവതകൾ പേർന്ന ഇവിടെ ഹൈന്ദവ ശാക്തേയ വിശ്വാസപ്രകാരം ആദിപരാശക്തിയും ജഗദീശ്വരിയുമായ ഭദ്രകാളിയാണ് മുഖ്യപ്രതിഷ്ഠ. കോട്ടയം ജില്ലയിലെ പൊൻകുന്നത്താണ് ചെറുവള്ളി ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പൊൻകുന്നത്ത് നിന്നും മണിമല റൂട്ടിൽ ഏതാണ്ട് 7 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ചെറുവള്ളി ക്ഷേത്രത്തിലെത്താം. കോട്ടയമാണ് ഏറ്റവും അടുത്തുള്ള പ്രധാന റെയിൽവേ സ്റ്റേഷൻ. പ്രധാന പ്രതിഷ്ഠയായ ശ്രീഭദ്രകാളി കിഴക്കോട്ട് ദർശനമായാണ് ഇവിടെ ഇരുന്നരുളുന്നത്. നാന്തകം വാൾ, തൃശൂലം, കൈവെട്ടക എന്നീ ആയുധങ്ങളും ദാരികന്റെ ശിരസുമാണ് ഭഗവതിയുടെ കൈകളിൽ ഉള്ളത്. ഉഗ്രഭാവമാണെങ്കിലും ഭക്തവത്സലയാണ് ചെറുവള്ളി അമ്മയെന്ന് ഭക്തർ വിശ്വസിച്ചു വരുന്നു. ആദ്യകാലത്ത് ആദിവാസികളുടെ കൈകളിലായിരുന്ന ചെറുവള്ളി ക്ഷേത്രം പിന്നീട് പല ഭൂപ്രഭുക്കന്മാരുടെയും കയ്യിലായി. ഇത് ഈ ക്ഷേത്രത്തിന്റെ ദ്രാവിഡ ബന്ധം കാണിക്കുന്നു. പുലർച്ചെ 5 മണി മുതൽ രാവിലെ 11 മണി വരെയും വൈകുന്നേരം 5 മണി മുതൽ രാത്രി 8:30 വരെയുമാണ് ചെറുവള്ളി ക്ഷേത്രത്തിലെ ദർശന സമയക്രമം. മറ്റൊരു ക്ഷേത്രത്തിലുമില്ലാത്ത സവിശേഷമാർന്ന ഒന്നത്രേ ഈ ക്ഷേത്രത്തിലെ ജഡ്ജിയമ്മാവിന്റെ പ്രതിഷ്ഠ. ദേവീസന്നിധിയിൽ മോക്ഷം പ്രാപിച്ച തിരുവല്ല രാമവർമ്മപുരത്തു മഠത്തിലെ ഗോവിന്ദപിള്ളയെയാണ് ജഡ്ജിയമ്മാവൻ എന്ന പേരിൽ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. നീതിമാനായ ജഡ്ജിയമ്മാവനോട് പ്രാർത്ഥിച്ചാൽ കോടതി വ്യവഹാരങ്ങൾ വിജയിക്കും എന്നൊരു വിശ്വാസം നിലനിൽക്കുന്നു.
അതിനാൽ ആയിരക്കണക്കിന് ഭക്തരാണ് കേസ് ഫയലുകളുമായി വെള്ളിയാഴ്ച തോറും ജഡ്ജി അമ്മാവനെ ദർശിക്കാനായി എത്തുന്നത്. വെള്ളിയാഴ്ചകളിൽ ഭഗവതിയുടെ നിത്യപൂജ കഴിഞ്ഞ് നടയടച്ച ശേഷം രാത്രി 8 മണിക്കാണ് ജഡ്ജി അമ്മാവന്റെ തിരുനട തുറക്കുന്നത്. ഭക്തർ തന്നെയാണ് ഇവിടെ പൂജകൾ നടത്തുന്നത്. നാളികേരം, പഴം എന്നിവയാണ് പൂജാദ്രവ്യങ്ങൾ. വിവിധ കേസുകളിൽപ്പെട്ട് ഉഴലുന്നവർ ഇവിടെ എത്തി പൂജകൾ നടത്തി മടങ്ങുന്നു. മീനമാസത്തിലെ മകയിരം നാളിൽ കൊടിയേറി ഉത്രം നാളിൽ ആറാട്ടോടെ സമാപിക്കുന്ന 8 ദിവസത്തെ വാർഷികോത്സവമാണ് ക്ഷേത്രത്തിലെ പ്രധാന വിശേഷാവസരം. കൂടാതെ കന്നിമാസത്തിലെ നവരാത്രികാലവും ക്ഷേത്രത്തിൽ അതിപ്രധാനമാണ്. മുഖ്യദേവതയായ ചെറുവള്ളി അമ്മയ്ക്ക് പുറമെ ഗണപതി, പരമശിവൻ, പാർവതി, ദുർഗ, മഹാവിഷ്ണു, അയ്യപ്പൻ, സുബ്രഹ്മണ്യൻ, വീരഭദ്രൻ, നാഗദൈവങ്ങൾ, യക്ഷിയമ്മ, ബ്രഹ്മരക്ഷസ് എന്നിവർ ഉപദേവതകളായും ചെറുവള്ളി ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു. ചെറുവള്ളി ഭഗവതിയെ ദർശിച്ചു മടങ്ങുന്ന ഭക്തർക്ക് ചെന്നെത്താവുന്ന സമീപ പ്രദേശത്തെ പ്രശസ്തമായൊരു ക്ഷേത്രമാണ് ചിറക്കടവ് ശ്രീ മഹാദേവ ക്ഷേത്രം.